ചുടലക്കൂത്ത് എന്ന ദശമം കൂത്ത്. അഗ്നിഹോത്രം ചെയ്തിട്ടുള്ള അക്കിത്തിരിമാർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സഞ്ചയനം എന്ന് പറയുന്ന ക്രിയയ്ക്ക് മുൻപായിട്ട് അസ്ഥി പെറുക്കി ഒരു മൺകുടത്തിൽ വച്ച് അത് അവരെ സംസ്കരിച്ചിരിക്കുന്ന ആ ഭൂമിക്ക് അഭിമുഖമായിട്ട് താൽക്കാലികമായിട്ട് ഒരു കൂത്തുമണ്ഡപം ഉണ്ടാക്കി ഈ അസ്ഥി മുൻപിൽ വച്ചുകൊണ്ട് കൃഷ്ണൻ്റെ കഥകളെ, ശ്രീകൃഷ്ണ ചരിതം പൂർണ്ണമായിട്ട് അവതരിപ്പിക്കുന്നതാണ് ചുടലക്കൂത്ത്. മാത്രമല്ല ഭാഗവത പുരാണത്തിലെ ദശമസ്കന്ധം പൂർണ്ണമായിട്ട് കൃഷ്ണൻ്റെ ജനനം മുതൽ ദശമസ്കന്ധം മുഴുവൻ, പിന്നെ സ്വർഗാരോഹണം ഏകാദശവും കുറച്ച് ദ്വാദശവും വരും, അങ്ങനെ സ്വർഗാരോഹണം വരെയുള്ള പൂർണ്ണ കൃഷ്ണകഥ അവതരിപ്പിക്കുന്ന അതുകൊണ്ട് ദശമസ്കന്ധത്തെ അടിസ്ഥാനമാക്കിയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിന് ദശമം കൂത്ത് എന്നും ഒരു പേര് ഉണ്ട്. ഈ ദശമം കൂത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ കൃഷ്ണൻ്റെ ജനനം മുതൽക്ക് ഇങ്ങോട്ടെടുത്താൽ പൂതനാമോക്ഷം, ബാലലീലകൾ, അതുപോലെ വൃന്ദാവനഗമനം, കാളിയമർദ്ദനം, ഗോവർദ്ധനോദ്ധാരണം, രാസക്രീഡ, അക്രൂരഗമനം, കംസവധം, ജരാസന്ധയുദ്ധം, ദ്വാരകാനിർമ്മാണം, അത് കഴിഞ്ഞിട്ട് രുക്മിണി സ്വയംവരം, സത്യഭാമ, സിമന്തകം കഥ, അങ്ങനെ തുടങ്ങി ആ ഭാഗവതത്തിൽ പറയുന്നതായിട്ടുള്ള എല്ലാ കഥകളും ഇതിൽ അഭിനയിച്ച് ആ ഭാഗവതത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതായ കഥാബന്ധം വിടാതെയുള്ള ശ്ലോകങ്ങൾ ഈ നടി തന്നെ ചൊല്ലി ഇത് മുഴുവൻ അഭിനയിക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. അങ്ങനെ ശിശുപാലവധം, കുചേലവൃത്തം, സന്താനഗോപാലം, ഉദ്ധവോപദേശം, അവസാനം ആ സ്വർഗാരോഹണം എന്ന് പറയുന്നതോടുകൂടി സ്വർഗാരോഹണമായിട്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. പൂർണ്ണ അവതാരമാണ് കൃഷ്ണാവതാരം. മറ്റവതാരങ്ങളിൽ നിന്നും ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരമാണ് കൃഷ്ണാവതാരം എന്നാണ് പറയണത്. അതുകൊണ്ട് തന്നെ സ്വർഗാരോഹണം വരെയുള്ള കഥ കാണുന്നവർക്കും അതിനെ ഒന്ന് അനുസന്ധാനം ചെയ്യാനുള്ള ഒരു അവസരമാണ്. അതിലൂടെ ആ ഒരു ആത്മജ്ഞാനം ഉണ്ടാവുക, മോക്ഷം എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക്, ആ അദ്വൈതം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, കൃഷ്ണനും ആ വിഷ്ണുവും താനും ഒന്നാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാഴ്ചക്കാരെയും എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ പരമമായ ലക്ഷ്യം. ഇങ്ങനെ 3 ദിവസം കൊണ്ട്, അതായത് സഞ്ചയനത്തിന് തൊട്ട് മുൻപുള്ള 3 ദിവസം കൊണ്ട് രാവിലെയും വൈകുന്നേരവുമായിട്ട് 2 നേരം ഇത് അഭിനയിക്കണം. ഇത് അഭിനയിക്കുന്നതിൻ്റെ ഇടയിൽ ആ അസ്ഥിയുടെ അടുത്ത് ഇത് ചെന്നിട്ട് ചെയ്യേണ്ടതായ ചില ക്രിയകളുണ്ട്. ധൂനനം തുടങ്ങിയിട്ടുള്ള ക്രിയകളുണ്ട്. അത് പിണ്ടകർത്താവ് അത് ചെയ്യും. അപ്പോൾ അതും ആ ധൂനനം എന്ന് പറയുന്ന ക്രിയയും ഈ അഭിനയവും സ്വർഗാരോഹണം വരെയുള്ള ഈ കഥയുടെ അഭിനയവുമാണ് ദശമം കൂത്തിൽ പ്രധാനമായിട്ട് ഉള്ളത്. ഇത് 2014 നന്ദിക്കര നടുവത്ത് നാരായണൻ അക്കിത്തിരിപ്പാട് മരിച്ചപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടായത്. ഇതിനു മുൻപ് 100-200 വർഷങ്ങൾക്ക് മുൻപ് ഇത് ചാലക്കുടിയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എങ്ങനെയാണ് ചെയ്തത്, എന്തായിരുന്നു അതിൻ്റെ ആട്ടക്രമം, ഏത് രീതിയിലാണ് അത് അഭിനയിച്ചത് ഒരു അഭിനേതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. 2014 അവർ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഇങ്ങനെ ഒരു ഐതിഹ്യം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്, ഭാഗവതത്തിലെ ദശമസ്കന്ധമാണ് ചെയ്യുന്നത് എന്ന്. ആ ഐതിഹ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ആണ് ഭാഗവതത്തിലെ ആദ്യന്തം കഥാഭംഗം വരാതെ ശ്ലോകങ്ങൾ സെലക്ട് ചെയ്ത് അന്ന് അവിടെ അവതരിപ്പിച്ചിരുന്നു.
അതിനുശേഷം ഇപ്പോൾ ഇവിടെ കൈമുക്ക് മനയിൽ ഇത് വീണ്ടും അവതരിപ്പിച്ച് ഇന്നത്തോടുകൂടി അതിൻ്റെ സമാപനമാണ്. അത് അവതരിപ്പിക്കുന്നു. ഇതിന് ശേഷം ഇവിടെ ചെയ്തതുകൊണ്ട് ഇതൊരു അമംഗളമായൊരു ഒന്നാണ് എന്നുള്ളത് കൊണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ സഞ്ചയനക്രിയയ്ക്ക് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ഇത് വീണ്ടും ആവർത്തിക്കണം എന്നുള്ള ഒരു വിധിയുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ രംഗാവതരണങ്ങൾ ചെയ്യാനുള്ള അനുവാദമുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉടൻ 3 ദിവസം വീണ്ടും അവിടെ ഇതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ച് ചെയ്യുകയുണ്ടാവും. അത് 3 ദിവസം കൊണ്ട് 3 അരങ്ങ്, ഇവിടെ 6 അരങ്ങാണെങ്കിൽ അവിടെ ക്ഷേത്രത്തിലാവുമ്പോൾ ക്ഷേത്രത്തിൻ്റേതായ നിയമങ്ങൾ അനുസരിച്ചാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം 1 അരങ്ങേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം പുറപ്പാട്, 2ാമത്തെ ദിവസവും 3ാമത്തെ ദിവസവും കൊണ്ട് ഈ മുഴുവൻ കഥയും അവിടെ അഭിനയിക്കണം എന്നാണ് വിധി. അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവിടെ ക്ഷേത്രത്തിലും ഉണ്ടാകും. എല്ലാവർക്കും നമസ്കാരം. ദശമം എന്ന ചുടലക്കൂത്തിനെ കുറിച്ച് നമുക്ക് കേട്ടറിവും നമുക്കല്ലാതെ കൊണ്ട് കിട്ടിയിട്ടുള്ള ചില അറിവുകളെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാനാണ് ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് കൊടകരയ്ക്കടുത്തുള്ള കൈമുക്ക് മനയിലെ ഇപ്പോൾ ദശമം കൂത്ത് അവതരിപ്പിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നാട്യമണ്ഡപത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് അവതരിപ്പിക്കപ്പെടുന്ന സാധാരണ യജുർവേദികളായിട്ടുള്ള ബോധായനന്മാർ, അവരിൽ ഒരാൾ അതിരാത്രയാഗം ചെയ്ത് അക്കിത്തിരിപ്പാടായി കഴിഞ്ഞാൽ അവരുടെ സഞ്ചയനത്തിനോടനുബന്ധിച്ച് മാത്രമാണ് ഇത് അവതരിപ്പിക്കുക. അത് ആ അക്കിത്തിരി ആവാൻ സാധാരണ ആരെങ്കിലുമല്ല പറയുന്നത്, ഒരു യജുർവേദിയായിട്ടുള്ള ബോധായനൻ ആയിട്ടുള്ള ഒരാളാവണം അക്കിത്തിരിപ്പാടാവാൻ. മാത്രമല്ല അദ്ദേഹം മരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പത്നി ജീവിച്ചിരിക്കുകയും വേണം. അങ്ങനെയുള്ള സമയത്ത് മാത്രമേ നമ്മൾ ഈ ദശമം അവതരിപ്പിക്കുകയുള്ളൂ. അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ സാധാരണ പോലെ 12 ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പിണ്ഡമായിട്ടുള്ള കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സഞ്ചയനം വരുന്നത്. പിന്നീട് വരുന്ന 1 വർഷത്തിനുള്ളിൽ വരുന്ന ഒരു കറുത്ത വാവ് ദിവസമാണ് സഞ്ചയനം. പക്ഷേ ആ കറുത്ത വാവ് വെള്ളിയോ ചൊവ്വയോ വരരുത്, അല്ലാതെ കണ്ട് കറുത്ത വാവ് വരുന്ന ദിവസമാണ് സഞ്ചയനം നിശ്ചയിക്കുക. ഈ സഞ്ചയനത്തിന് തൊട്ട് തലേ ദിവസം തീരാൻ ഭാഗത്തിനാണ് നമ്മൾ ഈ ദശമം കൂത്ത് അവതരിപ്പിക്കുന്നത്. അതിന് കൃത്യമായിട്ട് ഈ അക്കിത്തിരിപ്പാടിൻ്റെ ഭവനത്തിൻ്റെ മുറ്റത്തായിട്ട് സഞ്ചയനം നടന്ന അല്ലെങ്കിൽ ദഹിപ്പിച്ച ചുടലയുമായിട്ട് ബന്ധം വരാവുന്ന രീതിയിൽ കിഴക്ക് അഭിമുഖമായിട്ട് ഒരു നാട്യമണ്ഡപം കൂത്തരങ്ങുണ്ടാക്കുകയാണ്. കൂത്തമ്പലത്തിൻ്റെ വിധി അനുസരിച്ച് പ്രത്യേകം ഗ്രന്ഥത്തിൽ പറയുന്ന അളവിൽ കൂത്തമ്പലത്തിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഈ രംഗമണ്ഡപം ഉണ്ടാക്കുന്നത്. അതിന് കൂത്തമ്പലത്തിൻ്റെ പോലെ അണിയറ, അതുപോലെ തന്നെ രംഗം, മറ്റേ മുൻപിൽ ആസ്വാദകർക്ക് ഇരിക്കാനായിട്ടുള്ള സ്ഥലം, അതേ അളവിൽ തന്നെ 3 മണ്ഡപങ്ങൾ ഉണ്ടാക്കി ഈ രംഗമണ്ഡപത്തിന് കൃത്യമായിട്ട് താഴികക്കുടം പോലെ മൂന്നാഴം കൂട്ടി അതേ അളവിലാണ് മണ്ഡപം നിർമ്മിക്കുക. അങ്ങനെ മണ്ഡപം നിർമ്മിച്ചതിന് ശേഷം ഈ കൂത്ത് തുടങ്ങുന്ന അന്നേ ദിവസം രാവിലെ നങ്ങ്യാർക്ക്, കൂത്ത് അവതരിപ്പിക്കുന്ന നങ്ങ്യാർക്ക് കൂറയും പവിത്രവും കൊടുത്ത് കൃത്യമായിട്ടൊരു കലശം, ക്ഷേത്രത്തിൽ കലശം ആരംഭിക്കുന്ന അതേ ചിട്ടയോടുകൂടി തന്നെയാണ് ഇത് ആരംഭിക്കുക. ആദ്യം കൂറയും പവിത്രവും കൊടുക്കും. അതിനുശേഷം ഈ അസ്ഥി മുഴുവൻ കൊണ്ടുവന്ന് ഈ അരങ്ങിൻ്റെ മുൻപിൽ കൃത്യമായി ഉണ്ടാക്കിയിട്ടുള്ളൊരു മുക്കാലിയിൽ, പ്ലാശിൻ്റെ മരം കൊണ്ടുണ്ടാക്കുന്ന ഒരു മുക്കാലിയിലാണ് ഇത് സ്ഥാപിക്കുക. ഈ അസ്ഥിക്ക് അഭിമുഖമായിട്ട് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ദശമം അവതരിപ്പിക്കുക. ഈ ദശമം അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ എല്ലാ ഭാഗങ്ങളും, കൂത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഈ അക്കിത്തിരിപ്പാടിൻ്റെ ഭാര്യ, അതായത് പത്തനാടിയും കൂടി കാണണം എന്നാണ് നമുക്ക് നിയമം. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ്, ഈ പത്തനാടിയുടെയും കൂടി ഒരു മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദശമം ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് ആദ്യം നമുക്കിത് കിട്ടുന്നത് 2014 നടുവത്ത് ഒരു അക്കിത്തിരിപ്പാട് മരിച്ച അവസരത്തിങ്കലാണ് നമുക്കിതിനുള്ളൊരു സാധ്യതകൾ അറിയുന്നത്. ഇതിനു മുമ്പ് നമുക്കിത് കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. 300 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നു എന്നൊരു കേട്ടുകേൾവി അല്ലാതെ കണ്ട് നമുക്ക് പ്രത്യേകിച്ച് പിന്നെ നമ്മളുടെ പിതാമഹന്മാരായിട്ടുള്ള ആളുകൾ എഴുതി വെച്ചിട്ടുള്ള കുറേ ഐതിഹ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലൊന്നും എങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങളൊന്നുമില്ല. ആ കാലത്താണ് ആദ്യം ഇത് പന്തൽ വൈദികനാണ് ഇതിൻ്റെ ഒരു ഗ്രന്ഥം, അവരുടെ ഗ്രന്ഥം കൊണ്ടുവരുന്നത്. അതിനുശേഷമാണ് കൈമുക്കിൻ്റെ ഗ്രന്ഥവും രണ്ടും കൂടി നമ്മൾ
വെച്ച് അതിൻ്റെ മുഴുവൻ നോക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് ക്രമദീപിക പോലെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ദശമം തന്നെയാണ് അതിൽ കൃഷ്ണചരിതം എന്ന്, ദശമത്തിലെ ആദ്യത്തെ ശ്ലോകം തുടങ്ങുന്നത് അങ്ങനെയാണ്. കൃഷ്ണചരിതം എന്ന് പറയുന്ന ശ്ലോകം തന്നെയാണ്, അത് തന്നെയാണ് കൃഷ്ണചരിതം വേണം എന്ന് പറയുന്നത്. മാത്രമല്ല കൂടിയാട്ടത്തിൻ്റെ നിയമം അനുസരിച്ച് മുടിയക്കിത്ത ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു അംഗം അവസാനിക്കണം. അപ്പോൾ ദശമം എന്ന് പറയുന്ന കൃഷ്ണാവതാരത്തിൻ്റെ സ്വർഗ്ഗാരോഹണം വരെയുള്ള കഥ വരുന്നത് കൊണ്ട് കൃത്യമായിട്ടൊരു പുറപ്പാടും അതുപോലെ ഒരു മുടിയക്കിത്തയും നടത്താനായിട്ട് നമുക്കിതിന് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് പുറപ്പാട്, പിന്നെ ക്ഷേത്രത്തിലല്ലാതെ കണ്ട് ഇത്തരത്തിലൊരു മണ്ഡപത്തിൽ ഇത് ചെയ്യുമ്പോൾ വേണ്ട നിർദ്ദേശങ്ങളെല്ലാം ആ ഗ്രന്ഥത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. 6 അരങ്ങിലൂടെ ഈ ദശമം, അതായത് കൃഷ്ണാവതാര കഥ മുഴുവൻ കൊണ്ടുവരുന്നു. അതിനുശേഷം അവസാന ദിവസം മുടിയക്കിത്തയ്ക്ക് സാധാരണ അംഗങ്ങൾക്ക് പറയുന്ന പോലെയുള്ള ക്രിയയല്ല. ഇവിടെ സ്വർഗ്ഗാരോഹണം കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ അവതാരം മുതൽ സ്വർഗ്ഗാരോഹണം വരെയുള്ള കഥ വീണ്ടും ഒരു സംക്ഷേപമായിട്ട് കൂടി ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ടൊരു നിർദ്ദേശം ആ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ദശമമാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുകയും മാത്രമല്ല ദശമം കൂത്താണ് ഉണ്ടായിരുന്നത് എന്ന് നമ്മുടെ പിതാമഹന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു അറിവുമുണ്ട്. ഇത് രണ്ടും കൂടി യോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ദശമം പുതിയതായിട്ടിത് ഇതിനെ സഞ്ചയനത്തിന് നടത്തണം എന്ന രീതിയിൽ ഇത് ചെയ്യാനുള്ളൊരു കാരണം. പിന്നെ ഈ ദശമം കൂത്ത് നമ്മൾ ചെയ്യുന്നത് ഈ അക്കിത്തിരിപ്പാടിൻ്റെ അസ്ഥിക്ക് അഭിമുഖമായിട്ടാണ്. ഈ അസ്ഥി ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് കൊണ്ടാണ് ഇതിന് ചുടലക്കൂത്ത് എന്നൊരു പേര് വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ചുടലയുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. കാരണം സഞ്ചയനം കഴിഞ്ഞാൽ അവർ അസ്ഥി പറക്കി അവിടുന്ന് കൊണ്ടുവരുന്നതോടുകൂടി അത് കൃഷിഭൂമിയാക്കിയിട്ടാണ് അവരത് ഇവിടേക്ക് ഇങ്ങോട്ട് പോരുന്നത്. അപ്പോൾ ഈ അസ്ഥിയെ അഭിമുഖമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് ഇത്തരത്തിലൊരു പേര് വന്നത് എന്ന് വിചാരിക്കുന്നു. മാത്രമല്ല പിന്നെ ഇതിന് നമ്മളുടെ പിതാമഹന്മാരായിട്ട് കേട്ടു വന്നിട്ടുള്ളൊരു ഐതിഹ്യം ഘൃതാജി എന്ന് പറയുന്ന ഒരു അപ്സര സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. അവർക്ക് ശാപമോക്ഷത്തിനായിട്ട് ആണ് ദശമം അവതരിപ്പിക്കുന്നതെന്നൊരു കഥ കേട്ടു വന്നിട്ടുണ്ട്. ഇങ്ങനെ ചില ഐതിഹ്യങ്ങളാണ് നമുക്കിതിന് ഏതായാലും ഉള്ളത്. ഇനി ഏത് കാലത്താണ് നമുക്കിത് ഇത്തരത്തിൽ എല്ലാം കൂടി യോജിച്ചൊരു ദശമം അവതരിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഇത് നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഇത് വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു എന്നൊരു പ്രത്യേകതയുണ്ട്. ഒരു പ്രബന്ധം അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമല്ല ഇത് അവതരിപ്പിക്കുന്നത്. ഒരു പ്രബന്ധം അല്ലെങ്കിൽ ചാക്യാർകൂത്തിൽ എങ്ങനെയാണോ കഥ പറഞ്ഞു പോകുന്നത് അതേ രീതിയിലാണ് നമ്മളിത് ഈ കഥയെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം പ്രബന്ധത്തിന് സംക്ഷേപം പറയുന്നത് പോലെ സംക്ഷേപം പറഞ്ഞു വെച്ചുകൊണ്ട് ശ്ലോകം ചൊല്ലി പ്രബന്ധം പറയുന്ന അതേ രീതിയിലുള്ളൊരു അഭിനയ രീതിയാണ് ഇതിന് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത് ദശമം സമ്പൂർണ്ണമായിട്ട് അവതരിപ്പിച്ച് മുടിയക്കിത്ത കഴിഞ്ഞ് ഇതിനുപയോഗിച്ചതായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഇട്ട് ദഹിപ്പിച്ച് കളഞ്ഞുകൊണ്ടാണ് ഇതിവിടെ അവസാനിപ്പിക്കുന്നത്. ഇതിനുപയോഗിച്ച സാധനങ്ങൾ മിഴാവ് പോലുള്ള സകല സാധനങ്ങളും പുണ്യാഹം ചെയ്ത് അങ്ങനെ പരിപൂർണ്ണ ശുദ്ധി വരുത്തിയിട്ടാണ് ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യുക. ഇങ്ങനെയാണ് നമുക്കിത്